കൂട്ടുകാർക്കും കർത്താവ് യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നമുക്ക് ഒരു ഭാവന കേൾക്കാം. ഭാവനയുടെ പേര് നരകത്തിൽ നിന്നൊരു കത്ത്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ അടുത്ത കാലത്തായി നരകത്തിൽ പോയി. അദ്ദേഹം നരകത്തിലായിരുന്നു കൊണ്ട് യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിന് എഴുതുന്ന കത്ത്. എത്രയും സ്നേഹം നിറഞ്ഞ പത്രോസ് അറിയുന്നതിന്, നിങ്ങൾക്ക് അവിടെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട യൂദ എഴുതുന്ന കത്താണ് ഇത്. അവിടെ നിന്ന് പോകുന്നതിൽ പിന്നെ എനിക്ക് ഒരു സുഖവുമില്ല. ഇവിടെ നിന്ന് ഒരിടത്തേക്കും കത്തയക്കുവാനും പാടില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം കത്ത് എഴുതാതെ ഇരുന്നത്. ഇവിടത്തെ സംഘത്തിൻ്റെ തലവൻ ലൂസിഫർ ആണ്. അദ്ദേഹവും കൂട്ടരും കാണാതെയാണ് ഞാനിത് എഴുതുന്നത്. പിന്നെ അച്ചായ, ഞാനൊരു കാര്യം അറിഞ്ഞു. അച്ചായൻ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞ കാര്യം ഇത് സത്യമാണോ? എന്തായാലും ഈ വിവരം ലൂസിഫറും കൂട്ടരും അറിഞ്ഞപ്പോൾ ഇവിടെ വലിയൊരു വിരുന്ന് സൽക്കാരം തന്നെ ഉണ്ടായിരുന്നു. വിരുന്നിന് എന്നെയും വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ല. പിന്നെ അച്ചായ, എനിക്കിവിടെ ഒരു സുഖവും സമാധാനവും സന്തോഷവുമില്ല. യേശുവിൻ്റെ പ്രസംഗവേളയിൽ ഞാൻ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഇവിടെ ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. യേശു ഉയർത്തെഴുന്നേറ്റ സമയം ഇവിടെ എല്ലാവരും മൗനമായിരുന്നു. അന്നിവിടെ വിലാപ ദിവസമായി ആചരിച്ചു. പിന്നെ എനിക്കിവിടെ ചില സ്ഥാനമാനങ്ങൾ ലഭിച്ചു. നരക സാമ്പത്തിക അസോസിയേഷൻ്റെ ഖജാൻജിയായി എന്നെ നിയമിച്ചു. തട്ടിപ്പൊക്കെ നടത്താം, പക്ഷേ ഞാനതൊക്കെ നിർത്തി. പിന്നെ അച്ചായ, ഇവിടെ ദിവസവും അനേകം പേർ വന്നുകൊണ്ടിരിക്കുന്നു. അനവധി പാസ്റ്റേഴ്സും ഡിസ്ട്രിക്റ്റ് സൂപ്രണ്ടും വിശ്വാസികളും ഉൾപ്പെടെ ഒരു ആൾക്കൂട്ടം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ നിറയെ പുഴുക്കളുടെ ശല്യമാണ്. ഭൂമിയിൽ ഇതിന് പറ്റിയ മരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നവരുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കണം. എൻ്റെ ഫോട്ടോ കാണാൻ അച്ചായന് കൊതിയുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ അയക്കുന്നില്ല. പണ്ടത്തെ പോലെയല്ല, ഞാൻ കറുത്തുപോയി. എൻ്റെ മുഖം തീയും ഗന്ധകവും പുഴുക്കടിയെല്ലാം കൊണ്ട് വികൃതമായി. അതിനാൽ ഫോട്ടോ ഞാൻ അയക്കുന്നില്ല. അവിടെ എൻ്റെ കുഞ്ഞുങ്ങൾ സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അവരോട് പറയണം ഈ അപ്പൂപ്പൻ്റെ ഗതി അവർക്ക് വരരുതെന്ന്. അതിനാൽ നല്ല കാര്യങ്ങൾ അവർക്ക് ഉപദേശിച്ചു കൊടുക്കണം. വചനം അനുസരിക്കുവാൻ പറയണം. മറുപടിക്കാൻ ഞാൻ കാത്തിരിക്കും. ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിടണം. ഇനി കൂടുതൽ എഴുതുന്നില്ല, നിർത്തട്ടെ. എൻ്റെ അഡ്രസ് യൂദാസ്, അട്ടിമറി ഡിപ്പാർട്ട്മെൻറ്റ്, നരകം PO, പിൻ നമ്പർ 666. ഈ ഒരു ഭാവന എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.